കേരളത്തിലെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലെടുത്തിരിക്കുന്ന തീരുമാനം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഹിന്ദു വിശ്വാസികളോടുടെ വികാരങ്ങളോട് കോൺഗ്രസിന് താല്പര്യമില്ല എന്നാണ് അവരുടെ നിലപാടെങ്കിൽ അത് വ്യക്തമാകട്ടെ. ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനകം തന്നെ കോൺഗ്രസിൻ്റെ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിങ്ങനെ ആഘോഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കർണാടകത്തിലും അവർ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ തീരുമാനം വന്നതിന് ശേഷം അവരുടെ തീരുമാനം എന്താണെന്നുള്ളത് അറിയണം. അല്ല, അതൊക്കെ വ്യാഖ്യാനമൊക്കെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ആ ക്ഷേത്രം പണിയുന്നത് BJP അല്ല. ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആളുകൾ ക്ഷണിച്ചിട്ടുള്ളതും BJP അല്ല. BJPയുടെ കൊടിയും അല്ല. അവിടെ ഹിന്ദുക്കളുടെ മുഴുവൻ ക്ഷേത്രമാണ് അയോധ്യയിലെ ക്ഷേത്രം. അതല്ലാതെ BJP സ്ഥാപിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ കോൺഗ്രസിന് ഈ നിലപാടെടുക്കുക. BJP സ്ഥാപിക്കുന്ന ക്ഷേത്രമല്ല, RSS സ്ഥാപിക്കുന്ന ക്ഷേത്രമല്ല. ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ക്ഷേത്രമാണ് അയോധ്യയിൽ. ജനാധിപത്യം അമ്പലത്തിൽ പോകുന്നതിനെതിരാണ്. ഇപ്പോൾ പള്ളി പോകുന്നതിന് ജനാധിപത്യം എതിരല്ല, അമ്പലത്തിൽ പോകുന്നതിന് ജനാധിപത്യം എതിരാണെങ്കിൽ അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. എവിടെ RSS? നിങ്ങളും കോൺഗ്രസിനെ അത് ആഘോഷമാക്കായിരുന്നില്ലേ? കോൺഗ്രസ് എന്തുകൊണ്ട് ആഘോഷമാക്കിയില്ല? ഇത് ഒരു പാർട്ടിയുടെ ആഘോഷമായി പോയത് കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നതുകൊണ്ടല്ലേ. കോൺഗ്രസിന് ഇത്രയും ദിവസം സംശയമായിരുന്നു, പോകണോ വേണ്ടിയോ. അവസാനം ആലോചിച്ച് ശങ്ക മാറിയപ്പോൾ ഇതാണ് സ്ഥിതി. ചില സന്യാസി വര്യർ പറയുന്നത് പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുന്നതുകൊണ്ട് പങ്കെടുക്കില്ല എന്നുള്ളത്. പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠ നടത്തുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ നടക്കുക. ആ ആചാരങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, ആചാരങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ. വിദേശയാത്ര സംബന്ധിച്ച് ചില കണക്കുകൾ ചോദിച്ചിട്ട് വിവരാവകാശ പ്രകാരം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ആരുടെ വിദേശയാത്ര? അങ്ങനെയൊന്നുമില്ല, എല്ലാ വിവരാവകാശ പ്രകാരം കൊടുക്കുന്നുണ്ട്. വിദേശയാത്രയൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ പരസ്യമായിട്ട് വിവരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് നടത്തുന്നത്. എനിക്കറിയില്ല അത് ആരാ ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു സംഭവം ഞാൻ ആരെയും കാണുന്ന എല്ലാം പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ എംബസിയും വിദേശകാര്യ വകുപ്പും അറിയാതെ ഒരു യാത്രയും നടക്കാറില്ല. പാസ്പോർട്ടില്ലേ അതിനൊക്കെ? പാസ്പോർട്ടില്ലാതെ പോകാൻ പറ്റില്ലല്ലോ.